പിന്നെ 2000 കാലഘട്ടത്തിൽ അലയടിച്ച കാല, അതായത് ദിലീപ് സിനിമകളുടെ ഒരു അതിപ്രസരം, അതും ഈ ജയറാം എന്ന് നടനെ വല്ലാണ്ട് ബാധിച്ചു. പിന്നെ അദ്ദേഹത്തിന്റെ ചിത്രങ്ങളെല്ലാം തുടർ പരാജയങ്ങളായി. സത്യ എന്നൊക്കെ പറഞ്ഞ കുറെ പടങ്ങൾ ഇറങ്ങിയ സത്യ, പിന്നെ വേറെ ഒട്ടുമിക്ക സേനുമായിട്ട് ഒന്നിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഇറങ്ങിയ പടങ്ങളെല്ലാം അദ്ദേഹത്തിന് നല്ലതായിരുന്നു. പിന്നെ സത്യനന്ദിക്കാടിന്റെ ഗ്രാമീണ ഭംഗിയാൽ നിറഞ്ഞ ഒരുപാട് ചിത്രങ്ങൾ, മഴവിൽ കാവടി അങ്ങനെയുള്ള ചിത്രങ്ങളൊക്കെ വമ്പൻ ഹിറ്റുകളായിരുന്നു. എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരാണ് സ്വദേശം. മിമിക്രിയിലൂടെ കലാരംഗത്തെത്തി കൊച്ചിൻ കലാഭവന്റെ മിമിക്സ് പരിപാടികളിലൂടെ ശ്രദ്ധ പിടിച്ചുപറ്റി. 1988 പത്മരാജൻ സംവിധാനം ചെയ്ത അപരൻ എന്ന ചലച്ചിത്രത്തെ നായകവേഷം ചെയ്തുകൊണ്ടാണ് സിനിമയിൽ എത്തിയത്. ഹായ് ഫ്രണ്ട്സ്, ഒരു കാലത്ത് മോഹൻലാൽ, മമ്മൂട്ടി, സുരേഷ് ഗോപിക്ക് ശേഷം ആര് എന്നതിനുള്ള ഉത്തരവായിരുന്നു ജയറാം. മിമിക്രി കലാരൂപങ്ങളിലൂടെ ചെണ്ടമേളങ്ങളുടെ വാദ്യ അകമ്പടിയോടെ നമ്മുടെ ജനഹൃദയങ്ങളിലേക്ക് ചേക്കേറിയ നടനാണ് ജയറാം. ഒരു കാലത്ത് അദ്ദേഹം തന്നിരിക്കുന്ന ഒട്ടനവധി സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾ നമുക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കാത്തതാണ്. പെരുവണ്ണാവരത്തെ വിശേഷങ്ങൾ, ശുഭയാത്ര, മഴവിൽ കാവടി, കൃഷ്ണകുടിയിൽ ഒരു പ്രണയകാലത്ത്, അങ്ങനെ ഒട്ടേറെ സിനിമകൾ, ഒരിക്കലും മറക്കാനാവാത്ത സിനിമകൾ നമ്മുടെ ഹൃദയത്തിൽ ഇപ്പോഴും നമ്മൾ സൂക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ ഈ 2025 ജയറാം എവിടെ? പല തമിഴ് സിനിമകളിലും ഉപനായകനായും കോമഡി കഥാപാത്രങ്ങളായും സ്വയം തരം താഴ്ന്ന രീതിയിൽ അദ്ദേഹം കാണപ്പെടുന്നു. അദ്ദേഹം ഒരുപാട് ഏജ് ഓവർ ആയ പോലെയാണ് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ രീതിയും പെരുമാറ്റങ്ങളും. സ്വന്തമായ ഒരു കോൺഫിഡൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇനിയും പഴയ പോലെ മലയാളത്തിൽ പഴയ ഒരു താര പദവിയിലേക്ക് എത്തണം, അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് പോകണം എന്നൊന്നുമില്ല. 2024 ഓസ്റ്റിലറിലൂടെ അദ്ദേഹം തിരിച്ചു വന്നെങ്കിൽ തന്നെ ആ പടം ഒരു നനഞ്ഞ പടക്കമായിട്ടാണ് എനിക്ക് തോന്നിയത്. അദ്ദേഹത്തിന്റെ പഴയ പിൻകാലങ്ങളിലേക്ക് നമ്മൾ സഞ്ചരിക്കുകയാണെങ്കിൽ അദ്ദേഹം അഭിനയിച്ച ചിത്രങ്ങളും അദ്ദേഹത്തിന്റെ അഭിനയ രംഗങ്ങളും നമ്മൾക്ക് ഓർമ്മയിൽ എത്തിക്കാൻ സാധിക്കും. അപ്പം നമുക്ക് അതിലേക്കൊന്ന് പോകാം. അദ്ദേഹത്തിന് എവിടെയാണ് കാലിടറിയത്? അദ്ദേഹത്തിന്റെ തകർച്ചയ്ക്ക് കാരണം എന്തൊക്കെയാണ്? നമുക്കൊന്ന് വിശകലനം ചെയ്യാം. ഓക്കെ. ജയറാം സുബ്രഹ്മണ്യൻ ഡിസംബർ 10, 1965 എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരാണ് സ്വദേശം. മിമിക്രിയിലൂടെ കലാരംഗത്തെത്തി കൊച്ചിൻ കലാഭവന്റെ മിമിക്സ് പരിപാടികളിലൂടെ ശ്രദ്ധ പിടിച്ചുപറ്റി. 1988 പത്മരാജൻ സംവിധാനം ചെയ്ത അപരൻ എന്ന ചലച്ചിത്രത്തെ നായകവേഷം ചെയ്തുകൊണ്ടാണ് സിനിമയിൽ എത്തിയത്. ഒരു ചെണ്ട വിദ്വാൻ കൂടിയാണ് ജയറാം. അനായാസമായി കൈകാര്യം ചെയ്യുന്ന ഹാസ്യ കഥാപാത്രങ്ങൾ ജയറാമിനെ കൂടുതൽ ജനശ്രദ്ധേയനാക്കി. 2011 രാജ്യം പത്മശ്രീ ബഹുമതി നൽകി ആദരിച്ചു. പരേതരായ സുബ്രഹ്മണ്യൻ തങ്കം ദമ്പതികളുടെ 3 ആൺമക്കളിൽ രണ്ടാമനായി 1964 ഡിസംബർ 10 ജനനം. എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിലാണ് ജയറാം ജനിച്ചത്. പരേതനായ വെങ്കട്ടരാമൻ, മഞ്ജുളയുമാണ് ജയറാമിന്റെ സഹോദരങ്ങൾ. ഒരു കാലത്ത് മലയാള ചലച്ചിത്ര രംഗത്ത് മുൻനിര നായികയായിരുന്ന പാർവതിയാണ് ജയറാമിന്റെ ഭാര്യ. വിവാഹത്തിന് മുൻപേ പല സിനിമകളിലും ഇവർ വിജയ ജോഡികളായി. കാളിദാസനും ബാലതാരമായി 2 ചലച്ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. മാളവിക എന്നാണ് ജയറാമിന്റെ മകളുടെ പേര്. പ്രശസ്ത മലയാളം എഴുത്തുകാരൻ മലയാറ്റൂർ രാമകൃഷ്ണന്റെ അനന്തരവൻ കൂടിയാണ് ജയറാം. ഒരു തമിഴ് ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച ജയറാം കാലടിയിലുള്ള ശ്രീ ശങ്കര കോളേജിലാണ് തന്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. കോളേജ് കാലത്ത് തന്നെ മിമിക്രിയിൽ ജില്ലാതലത്തിൽ ധാരാളം പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇവയെല്ലാം തന്നെ കലാജീവിതത്തിൽ സജീവമാക്കാൻ ജയറാമിനെ പ്രേരിതനാക്കി. കോളേജ് വിദ്യാഭ്യാസത്തിന് ശേഷമാണ് ജയറാം കലാഭവനിൽ ചേരുന്നത്. ഇവിടെ നിന്നാണ് പത്മരാജൻ ജയറാമിനെ പരിചയപ്പെടുന്നതും തന്റെ അപരൻ എന്ന ചിത്രത്തിലേക്ക് ജയറാമിനെ നായകനായി ക്ഷണിക്കുന്നതും. തുടർന്ന് ജയറാം പത്മരാജൻ ധാരാളം ചിത്രങ്ങളിൽ അഭിനയിച്ചു. തുടക്കത്തിൽ തന്നെ ധാരാളം കലാമൂല്യമുള്ളതും ജനശ്രദ്ധയെ ആകർഷിച്ചതുമായ ചിത്രങ്ങളിൽ അഭിനയിക്കാൻ ജയറാമിന് കഴിഞ്ഞു. മൂന്നാം പക്കം, മഴവിൽ കാവടി, കേളി തുടങ്ങിയ പ്രശസ്തമായ മലയാള ചിത്രങ്ങൾ സംവിധായകരുടെ ധാരാളം ചിത്രങ്ങളിൽ ജയറാം അഭിനയിച്ചിട്ടുണ്ട്. ഇവയിൽ മിക്കവതും ഉന്നത വിജയം കൈവരിച്ച ചിത്രങ്ങളായിരുന്നു. വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ, സന്ദേശം, മേലെ പറമ്പിലാൻ വീട് തുടങ്ങിയ ചിത്രങ്ങൾ ഇവയിൽ ചിലത് മാത്രം. ധാരാളം തമിഴ് ചിത്രങ്ങളിലും ജയറാം അഭിനയിച്ചിട്ടുണ്ട്. ഗോകുലം, പുരുഷലക്ഷണം, കോലങ്ങൾ, തെനാലി, പഞ്ചതന്ത്രം തുടങ്ങിയ ചിത്രങ്ങൾ ജയറാമിന്റെ തമിഴ് ചിത്രങ്ങളിൽ ചിലതാണ്. കമലഹാസനുമായി നല്ല സൗഹൃദം പുലർത്തുന്ന ജയറാം അദ്ദേഹത്തിന്റെ കൂടെയുള്ള തമിഴിൽ അഭിനയിച്ചിട്ടുണ്ട്. ജയറാമിലേക്ക് നമ്മൾ കടക്കുമ്പോൾ അദ്ദേഹം അഭിനയിച്ച ഒട്ടുമിക്ക സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളും രാജസേനന്റെ മേൽനോട്ടത്തിൽ ഇറങ്ങിയ ചിത്രങ്ങളായിരുന്നു. രാജസേനന്റെ ചിത്രങ്ങൾ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ രാജസേനനും ജയറാമുമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ, ഒരു കോമഡി കോമ്പിനേഷനും ആ കഥകളും ഒക്കെ വർക്കൗട്ട് ആയിട്ടുണ്ടായിരുന്നു. അന്നത്തെ കാലഘട്ടങ്ങളിൽ അദ്ദേഹം അഭിനയിച്ച സിനിമകളെല്ലാം ഏകദേശം ഒരേപോലെ ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെട്ട സിനിമകളായിരുന്നു കൂടുതൽ. ഞങ്ങൾ സന്തുഷ്ടരാണ് എന്ന പടം തൊട്ട് ഈ മകളിൽ വരെ എത്തി നിൽക്കുമ്പോൾ ഏകദേശം ഒരേ കാറ്റഗറിയിൽപ്പെട്ട സിനിമകളാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. രാജസേനനുമായിട്ട് ഒന്നിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഇറങ്ങിയ പടങ്ങളെല്ലാം അദ്ദേഹത്തിന് നല്ലതായിരുന്നു. പിന്നെ സത്യനന്ദിക്കാടിന്റെ ഗ്രാമീണ ഭംഗിയാൽ നിറഞ്ഞ ഒരുപാട് ചിത്രങ്ങൾ, മഴവിൽ കാവടി അങ്ങനെയുള്ള ചിത്രങ്ങളൊക്കെ വമ്പൻ ഹിറ്റുകളായിരുന്നു. സത്യനന്ദിക്കാടിന്റെ അല്ല, രാജസേനന്റെ മേലെ പേർമിൽ ആൺവീട്, പിന്നെ നാടൻ പെണ്ണും നാട്ടുപ്രമാണിയും, അതിനകത്തൊരു വില്ലൻ ടച്ച് ഉള്ള ഒരു കഥാപാത്രമാണ് അദ്ദേഹം ചെയ്തിരുന്നത്. അന്നൊക്കെ അദ്ദേഹത്തിന് സ്വാഗും കാര്യങ്ങളും ഏത് കഥാപാത്രം ചെയ്യാനുള്ള ഒരു പര്യാപ്തതയും എല്ലാം ഉണ്ടായിരുന്നു. പിന്നീട് കാലഘട്ടം മാറിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ആ ഒരു സ്വാഗ് നഷ്ടപ്പെട്ടു. കാലഘട്ടത്തിനനുസരിച്ച് നമ്മുടെ മമ്മൂക്കയൊക്കെ ചെയ്യുന്ന പോലെ സ്വിച്ച് ചെയ്ത് ആ ട്രെൻഡിനൊപ്പം പുതിയ സംവിധായകരുമായിട്ട് മുന്നിലോട്ട് പോകാനുള്ള ഒരു കഴിവ് അദ്ദേഹത്തിന് ഇവിടെ നഷ്ടപ്പെട്ടു. പിന്നെ അദ്ദേഹത്തിന്റെ ചിത്രങ്ങളെല്ലാം തുടർ പരാജയങ്ങളായി. സത്യ എന്നൊക്കെ പറയുന്ന കുറെ പടങ്ങൾ ഇറങ്ങിയ സത്യ, പിന്നെ വേറെ ഒട്ടുമിക്ക ചിത്രങ്ങളും പരാജയമായിരുന്നു തിയേറ്ററിൽ. പിന്നെ 2000 കാലഘട്ടത്തിൽ അലയടിച്ചൊരല, അതായത് ദിലീപ് സിനിമകളുടെ ഒരു അതിപ്രസരം, അതും ഈ ജയറാം എന്ന നടനെ വല്ലാണ്ട് ബാധിച്ചു. എന്നാലും മനസ്സിനക്കര, അഞ്ചിൽ ഒരാൾ അർജുനൻ, മൂന്നാമതൊരാൾ, മധുചന്ദ്രലേഖ മുതലായ ചിത്രങ്ങൾ അഭിനയിച്ച് അദ്ദേഹം പിടിച്ചു നിന്നു. പക്ഷെ പിടിച്ചു നിന്നെങ്കിൽ തന്നെ അധികകാലം അദ്ദേഹത്തിന് മുൻപോട്ട് പോകാൻ സാധിച്ചിരുന്നില്ല. കാലം അപ്ഡേറ്റ് ആയി പുതിയ പുതിയ നടന്മാരും ആളുകളൊക്കെ വരാൻ തുടങ്ങിയിരുന്നു. ജയറാമിന് പറ്റിയ ഒരു തെറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ ജയറാം സേഫ് സോണിൽ നിന്നാണ് കളിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിന്റെ കോമ്പിനേഷനുള്ള സംവിധായകർ, അതായത് രാജസേനൻ, സത്യനന്ദിക്കാട് അങ്ങനെയുള്ള ആളുകളുമായിട്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്ത് വന്നിരുന്ന ജയറാം പിന്നീട് കാലം മാറിയപ്പോൾ ട്രെൻഡിനൊപ്പം നീങ്ങാതെ
അദ്ദേഹം പഴയ സ്ക്രിപ്റ്റ് തന്നെ സെലക്ട് ചെയ്യാൻ തുടങ്ങി. മകളിലും അതാണ് സംഭവിച്ചത്. ഇന്നത്തെ കാലത്ത് ഉള്ള ഒരു ട്രെൻഡിനനുസരിച്ചുള്ള സിനിമയല്ലായിരുന്നു മകൾ. ആ പഴയ കാലഘട്ടത്തിലെ അതേ ട്രെൻഡ് തന്നെ ഫോളോ ചെയ്യുന്ന ഒരു സിനിമയായിരുന്നു മകൾ. അതാണ് ജയറാമിൻ്റെ ആ സിനിമ പരാജയപ്പെടാൻ കാര്യം. ജയറാമിൻ്റെ ഒരു തെറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെൻഡിനൊപ്പം ഫോളോ ചെയ്യാതെ പഴയ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുക. ഇപ്പം നമ്മുടെ മമ്മൂക്കയൊക്കെ ചെയ്യുന്ന പോലെ അപ്ഡേറ്റ് ആയി മുൻപോട്ട് പോകണം. എന്നാലേ നമുക്ക് ഈ ഫീൽഡിൽ പിടിച്ചിരിക്കാൻ സാധിക്കത്തുള്ളൂ. ഏത് ട്രെൻഡാണോ അപ്പോൾ ആ ട്രെൻഡ് ഫോളോ ചെയ്യുക. ഒരു നടൻ എന്ന് പറയുന്നത് അതാണ്. ആ നടൻ അങ്ങനെയുള്ള കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം. എന്നാലേ നടന് മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെല്ലാം മാറ്റി നിർത്തി കഴിഞ്ഞാൽ ജയറാമിന് പഴയ ജയറാമായിട്ട് തിരിച്ച് മലയാളി മനസ്സിലേക്ക് എത്താൻ സാധിക്കും. ഇപ്പോൾ അദ്ദേഹം ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ തമിഴിൽ പോയി ചില കോമഡി റോളുകൾ, ഇപ്പോൾ റെട്രോ എന്ന് പറഞ്ഞ സിനിമ സൂര്യയുടെ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു അപ്പിയറൻസാണ് എത്തുന്നത്. അതുപോലെ തന്നെയായിരുന്നു പൊന്നിയിൻ സെൽവൻ്റെ അകത്തെ അദ്ദേഹത്തിൻ്റെ വേഷവും. നല്ല വേഷമാണെന്നൊക്കെ പറഞ്ഞാണ് അദ്ദേഹം പോയി അഭിനയിക്കുന്നത്. പക്ഷേ നമ്മൾ മലയാളികൾക്ക് കാണുമ്പോൾ ഒരു കോമാളി വേഷം പോലെയാണ് തോന്നുന്നത്. അപ്പം എന്തായാലും ഒരുപാട് വർഷങ്ങൾ ഇനിയും സിനിമ അഭിനയിക്കാൻ അദ്ദേഹത്തിന് ബാക്കി നിൽപ്പുണ്ട്. നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു അതുല്യ പ്രതിഭയാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അപ്ഡേറ്റ് ആയിട്ട് പുതിയ ജയറാമായിട്ട് നമ്മുടെ മലയാളി മനസ്സിലേക്ക് തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.